റൂം നമ്പർ 7 പ്ലീസ്. റൂം നമ്പർ 7 ആളുന്നു. താങ്ക് യു മാനേജർ. രാജപ്പൻ, ആ റൂം നമ്പർ 22 താമസിക്കുന്നവരുടെ പേഴ്സ് കണ്ടില്ലെന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയണം സാറേ. പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. എടോ, താൻ മാത്രമല്ല മുറിയിലേക്ക് പോയിട്ടുള്ളൂ. പേഴ്സ് മോഷ്ടിക്കലല്ല സാർ, എനിക്ക് ഒരു റൂം സർവീസാ. തന്റെ പേരിൽ മാത്രമല്ലേ ഇവിടെ കംപ്ലൈന്റ് വരുന്നത്? ഞാൻ അത്ര നല്ലവരായി ജീവിക്കുന്നതുകൊണ്ട് കുറ്റമൊക്കെ എന്റെ പേര്, അത്രേ ഉള്ളൂ. ഇതെല്ലാം വേറെയാ സാർ, കൈമണിയാ. ഇതിന്റെ ആളെ എനിക്കറിയാം. എന്നെ ഇവിടുത്തെ പറഞ്ഞു വിടാനാ, വേറെ ഒന്നുമല്ല. കുറച്ചു നാളായി പലരുടെയും പേഴ്സ്, മാല, പെട്ടി ഇതൊക്കെ ഈ ഹോട്ടലിൽ നിന്നും കളവ് പോകുന്നുണ്ട്. അത് മാനേജർ സാറിന്റെ വേല. തന്നെ പോലുള്ള കള്ളന്മാർ ഇവിടെ ജോലി നോക്കുന്നുണ്ട്. ഹോട്ടൽ ബോയുടെ പേര് കള്ളൻ എന്നാണെങ്കിൽ ഹോട്ടൽ മാനേജറുടെ പേര് രാജകള്ളനെന്ന്. തന്റെ സ്മഗ്ലിംഗ് ബിസിനസ് ഞങ്ങളും ഗവനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് എന്റെ സൈഡ് ബിസിനസ്. ഹോട്ടൽ ഡ്യൂട്ടിയുമായി യാതൊരു ബന്ധമില്ല സാറേ. ഇനി വേണേൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അന്ന് തന്നെ ഹോട്ടലിൽ നിന്നും പുറത്താക്കും. വല്ലതും മോഷണം പോയാൽ വെളിയിൽ മുണ്ടരുത്, റൂമിൽ താമസിക്കുന്നവരോട് പറയണം സാർ. ഒരു കോപ്പറേഷൻ ഇല്ലാത്ത ആളുകളെ റൂമിൽ താമസിപ്പിക്കരുത്. ശരി, പോയി ജോലി നോക്ക്. അല്ല, ഇത് നേരത്തെ ഇപ്പം മിനിങ്ങ ലക്ഷണം ഉണ്ടല്ലോ. മുതലാളി, നിങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഈ നിലകൾ വരെ എത്തിയിരിക്കുക. ഇനി നിങ്ങളുടെ കല്യാണം ഒന്ന് നടന്നാൽ കല്യാണം പറഞ്ഞ് കളിപ്പിക്കാനാണ് അച്ഛാ. മുതലാളി അത്തരക്കാരനൊന്നും അല്ല മോളെ. വെരി വെരി ജെന്റിൽമാൻ. നിങ്ങൾക്ക് അച്ഛനും മകൾക്കും സുഖമായിട്ട് ജീവിക്കണം, അത്രയല്ലേ വേണ്ടു? ഈ ഒരൊറ്റ വാക്കെനിക്ക് കേട്ടാ ഒരു പെണ്ണായി എനിക്കും ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളെല്ലാം ഇല്ലേ? അതിന്റെ എല്ലാത്തിന്റെയും ഒരു കംപ്ലൈന്റ് ലിസ്റ്റ് എഴുതി മുതലാളിയുടെ കയ്യിലും കൊടുത്തരെ. ഈ അച്ഛന്റെ നട്ടലില്ലാത്ത സ്വഭാവം കൊണ്ടാണ് മുതലാളി എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. അവൾ പറഞ്ഞു കേട്ടു. ഇതേ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിനക്ക് നല്ല ഒന്നാന്തര ഒരു നില ഞാൻ ഉണ്ടാക്കിത്തരാം. എന്തിനാ മുതലാളി ഈ വളച്ചു കിട്ടുന്നത്? നിന്നെ ഞാൻ കല്യാണം കഴിക്കും. എന്നത് തുറന്ന് പറ എന്റെ മുതലാളി. ഇനി മദ്രാസിൽ നിന്നും നാട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ ഞാൻ ഈ സെക്രട്ടറി ജോലിക്ക് വരില്ല. എന്റെ മോക്ക് പറയാനുള്ളതെല്ലാം തുറന്ന് പറഞ്ഞു. ഒരു കുപ്പി കൈ കിട്ടുമ്പോ അച്ഛന് ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകും മോളെ. റൂം നമ്പർ 7 ഏതാണ്? റൂം നമ്പർ 7 ഏതാണ്? അച്ഛനെ ഒരു കിച്ചൺ പറയും. ചിക്കന്റെ കാര്യമാണ് പറഞ്ഞത്. ബാബു, ഇങ്ങനെ ഒരു മോശമായ രംഗം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളാരും എന്നെ പോലെ ഹോട്ടലിൽ കയറിയിറങ്ങി ജീവിക്കുന്ന വന്നിരുന്നില്ല. നിങ്ങളൊരു വഴക്കുണ്ടാക്കുന്നു. നിങ്ങളുടെ തനിനിറം എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയത് എന്റെ കമ്പനി. അവരെന്റെ നാട്ടുകാര്, ഞാൻ അവരെ ഒന്ന് കാണാൻ വന്നു. ഇത് തെറ്റാണോ? ശരി, അതെങ്ങനെ ആയിക്കോട്ടെ. ഈ ലെറ്ററിന്റെ കള്ളത്തരം എന്താണ്? നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കല്ലായിരുന്നു ചെയ്തത്. എന്റെ തങ്കമണിയല്ലേ, ഈ നിസ്സാര കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ വലുതാക്കിയാലും. നിങ്ങൾക്കറിയാമോ പോലീസിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? എന്റെ ചേട്ടൻ എന്ന് വരും. ചേട്ടൻ ഇതൊക്കെ അറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോലീസിന് ഏതോ അബദ്ധം പറ്റി. പോലീസ് പിടിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ എന്റെയും ചേട്ടന്റെ പേര് ഉപയോഗിച്ച് എഴുത്തുകളായിട്ടുകൊണ്ടിരുന്നത്? ഏയ്, ഒരിക്കലുമല്ല. വീണ്ടും എന്നെ മടങ്ങിയാക്കരുത്. എന്നെ കബളിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല. എന്താണ് ലെറ്ററിന്റെ രഹസ്യം? ഒരു രഹസ്യവുമില്ല. അതെന്റെ വിദേശ വ്യാപാരത്തിന്റെ വരവ് ചെലവ് കണക്ക് മാത്രം. അങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചതാണ്. പക്ഷേ ഇത് ഏതോ കൊള്ളസംഘത്തിന്റെ ഗൂഢപ്രവർത്തനങ്ങളാണ്. നിന്നെ പേടിപ്പെടുത്താൻ വേണ്ടി പോലീസ് പലതും പറയും. നീ അതൊന്നും വിശ്വസിക്കണം. ഞാൻ എന്റെ ചേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും?
നിങ്ങളോടുള്ള സ്നേഹം കാരണം ഞാൻ എന്റെ ചേട്ടന് മനക്കെടുണ്ടാക്കി വെച്ചില്ലേ? എല്ലാം അന്തസ്സായ പ്രവൃത്തിയിലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സറിയാത്ത ഈ ദ്രോഹമാണോ അന്തസ്? ഇതിന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഇവിടുന്ന് പോകയില്ല. ഇങ്ങനെ രക്ഷിക്കാൻ തുടങ്ങിയത്. മാത്രമേ ഉള്ളൂ. ആരെയാണ് കാണേണ്ടത്? ഭാവി എന്നൊരാൾ. വരൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നിങ്ങളാണോ ബാബു? അല്ല, എന്താണ് വിശേഷം? അല്ല, ഇപ്പോൾ കോളേജിൽ നിന്ന് ഈ ഹോട്ടലിലേക്ക് കമല എന്നൊരു പെൺകുട്ടി ഫോൺ ചെയ്തു ബാബുവിന്. കോളേജിൽ നിന്ന്? ഒരു പക്ഷേ റൂം നമ്പർ തെറ്റിയിരിക്കും. ഇത് റൂം നമ്പർ 7 അല്ലേ? അതെ, ഞങ്ങൾ കായംകുളത്തുനിന്ന് മദ്രാസ് കാണാൻ വന്നതാ. ഇത് എന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെ. രാവിലെ നമുക്ക് പുറപ്പെടണം. പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. അച്ഛനറിയാല്ലേ? ഈ ബാഗ് കമലയുടേതാണല്ലോ. അത് തെറ്റിപ്പോയി. ഇത് ഈ പെൺകുട്ടിയുടേതാണ്. അതെ, സോറി. No, തല്ലിപ്പെടുത്തതിന് take it easy. ആ പോയി എന്റെ കോളേജിലെ പ്രിൻസിപ്പളാണ്. നിങ്ങളുടെ സകല വിവരങ്ങൾ ഞാൻ പോലീസിൽ അറിയിക്കാൻ പോവുകയാണ്. എന്റെ കമലെ, നീ ഇത്ര മഴയായി പോയല്ലോ. ഒരു കാര്യം ചെയ്യും, നീ ഇന്നിവിടെ തന്നെ താമസിക്കും. നിന്റെ മനസ്സിന്റെ വെപ്രാണമൊക്കെ ഒന്ന് തീരട്ടെ. നാളെ കാലത്ത് ഞാൻ തന്നെ നിന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് കൊണ്ടുപോയി വിവരങ്ങളെല്ലാം തുറന്നു പറയാം. മതിയോ? വേണം? നിൽക്കണം. എന്താണ് ഈ നാടകത്തിന്റെ അർത്ഥം? സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ഇതാണ് കമല, ബാബുവിന്റെ ഗേൾഫ്രണ്ട്. വരൂ. റൂം വേണമല്ലോ. ഓ, 25 കാലിയാണ് സാർ. റൂം റൂം നമ്പർ 7 താമസിക്കുന്നത്. മോളെ, നീയും അവളെ പോലെ കൈവിട്ടൊരു കേസാണോ മോളെ? ആണെങ്കിൽ ഇന്ന് അവളുടെ അവസാനമാണ്. എന്റെ മോളുടെ എതിരെ നിൽക്കുന്ന ആരായാലും ഞാൻ അവളെ കൊന്നു പൊഴിച്ചു. കമലെ, ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചതായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ സ്നേഹിച്ചാൽ, വിശ്വസിച്ചാൽ നിന്നെ ഞാൻ ചതിക്കുമോ? നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളു. നാളെ രാവിലെ നമുക്ക് ചേട്ടനെ കാണാൻ പോകാം. ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. എന്താ തൃപ്തിയായില്ലേ? കമൺ, ചെയ്യാം. പ്ലീസ്. ഗുഡ് നൈറ്റ്. എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ചോദിച്ചു കൊടുക്കും. യെസ് സർ.